സമസ്തയുടെ മുഷാവറ യോഗം ചേരാൻ പോകുന്നു. തർക്ക പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ പോവുക. കഴിഞ്ഞ തവണത്തെ മുഷാവറ നമുക്ക് ഓർമ്മയുണ്ട്. അതിനകത്ത് എന്തൊക്കെയോ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കം, കള്ളം വിളി, അങ്ങനെ ആകെ കുറച്ച് പ്രശ്നമായിരുന്നു സമസ്തയുടെ കഴിഞ്ഞ മുഷാവറ. അതടക്കമുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ ഇന്ന് ചർച്ചയിലേക്ക് വരും എന്നുള്ളതാണ് അറിയാനും കഴിയുന്നത്. ദീപക് ധർമ്മടം ചെയ്യുന്നു. ദീപക്, വെരി ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് ഹാഷ്മി. വിഴിഞ്ഞ് തന്നിട്ട് വിശേഷം ഡി പരിഹാരമുണ്ടാവോ സമസ്തയിലെ പ്രശ്നങ്ങൾക്ക്? ലീഗ് അനുകൂല, ലീഗ് വിരുദ്ധ ചേരിയുടെ ശീതസമരങ്ങൾക്കൊക്കെ ഇന്ന് പരിഹാരം ഉണ്ടാവുമോ? സമസ്തയിലെ പ്രശ്നങ്ങൾക്ക് താൽക്കാലിക വെടിനിർത്തൽ ഇന്നത്തെ യോഗത്തോടുകൂടി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ എന്നാൽ അടിസ്ഥാനപരമായി സമസ്തയിൽ ഉയർന്ന പ്രശ്നങ്ങൾക്കൊന്നും തന്നെ ഇന്നത്തെ യോഗത്തിൽ പരിഹാരം കാണാനാകും എന്ന് തോന്നുന്നില്ല. ജഫ്രി മുത്തുക്കോയ തങ്ങളായാലും ആലിക്കുട്ടി മുസ്ലിയാർ ആയിക്കഴിഞ്ഞാലും ഒക്കെ ഈ കാര്യത്തിൽ ഭിന്നത അടിസ്ഥാനപരമായി താത്വിക പ്രശ്നത്തിലാണ്. അതായത് ലീഗിനെ അനുകൂലിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമോ, അതുപോലെ ലീഗിനെ എതിർത്തുകൊണ്ട് മുന്നോട്ട് പോകണമോ എന്നുള്ളതാണ് പ്രശ്നം. നേരത്തെ സമസ്ത എന്ന് പറഞ്ഞാൽ ലീഗ് തന്നെയായിരുന്നു. പക്ഷേ എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായ നിലപാടുകളുമായി നിരവധി പേർ വന്നു. അതിൽ ജഫ്രി മുത്തുക്കോയ തങ്ങൾ, ഉമ്മർ ഫൈസി മുക്കം ഒക്കെ ഉണ്ടായി. പക്ഷേ ആ പ്രശ്നങ്ങൾ കൂടുതൽ ശക്തമായി സാദിഖലി തങ്ങളെ വിമർശിക്കുന്നതിലേക്ക് എത്തിയപ്പോഴാണ് പ്രശ്നങ്ങളുടെ തലം മാറുന്നത്. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ മാസം നടന്ന മുഷവറ യോഗത്തിൽ ഇറങ്ങിപ്പോക്ക് വരെ ഉണ്ടാകുന്നു. ജഫ്രി തങ്ങൾ ഇറങ്ങിപ്പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. പക്ഷേ പിന്നീട് സമസ്തയുടെ വാർത്താക്കുറിപ്പിൽ ഇറങ്ങിപ്പോയില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും ഇറങ്ങിപ്പോയി എന്നുള്ളത് വസ്തുതയാണ്. അത് മുഷവറ യോഗത്തിൽ പങ്കെടുത്തവർ തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്തു, അവർ പരസ്യമായി പറയുകയും ചെയ്തു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഉമ്മർ ഫൈസി മുഖത്തിനെതിരെ നടപടി വേണമെന്ന ആവശ്യം ഒരു ഭാഗത്തുണ്ട്. പക്ഷേ എന്നാൽ എന്തിന് നടപടി എടുക്കണം എന്നുള്ളത് മറുഭാഗത്തുണ്ട്. താത്വികമായ പ്രശ്നം ലീഗിനെ അനുകൂലിച്ച് ലീഗിൻ്റെ തണലിൽ പോകണമോ സമസ്ത, അതോ ലീഗിനെയും എതിർത്തുകൊണ്ട് മുന്നോട്ട് പോകണമോ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ താൽക്കാലിക വെടിനിർത്തൽ ഇന്നുണ്ടാകും. കാരണം ഇനി കൂടുതൽ പ്രശ്നങ്ങൾ വഷളാക്കരുത്, പരസ്യ പ്രസ്താവന ഒഴിവാക്കണം എന്നുള്ള നിലയിൽ നേതാക്കളെല്ലാം തന്നെ പരസ്പരം ധാരണയിലെത്തിയിട്ടുണ്ട്. അതിനുശേഷം ചേരുന്ന മുഷവറ യോഗം എന്നുള്ളത് കൊണ്ട് തന്നെ വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഇന്നുണ്ടാവാൻ സാധ്യതയില്ല എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഹാഷ്മി.